بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിനയാന്വിതരായ അടിമകളായി മാറുവാനും അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുവാനും ജീവിതം കൊണ്ട് സാധ്യമാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാം ഇഖ്ലാസുള്ള ജീവിതത്തിൻ്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രാധാന്യമേറിയ ഒരു ഇബാദത്താണ് സുജൂദ് എന്നത്. വിശുദ്ധ ഖുർആനിൽ സജദ എന്നും യസ്ജുദു എന്നും സുജൂദ് എന്നും ഒക്കെ പല പ്രയോഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലെ സുപ്രധാനമായ ഒരായത്താണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ആമുഖം എന്ന നിലക്ക് അതിന്റെ ചില വിഷയങ്ങൾ തുടക്കത്തിൽ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായിയായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആകാശത്ത് കാണുന്ന സൂര്യൻ അതിങ്ങനെ വൈകുന്നേര സമയത്ത് അസ്തമിക്കുന്നത് നീ കാണുന്നില്ലേ? ആ, ഉണ്ട്. തദ്രി ഐന തദ്ഹബ്, ആ അസ്തമിക്കുന്ന സൂര്യൻ എങ്ങോട്ടാ പോണെന്ന് നിനക്കറിയോ? ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനറിയാം, റസൂലിനെ അറിയിച്ചു കൊടുത്താൽ അത് റസൂലിനും അറിയാം എന്നതിലപ്പുറത്ത് എനിക്കറിയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർശി, സൂര്യൻ നേരെ പോയി അർശിന് താഴെ പോയി സുജൂദ് ചെയ്യുന്നുണ്ട്. ഫതസ്തഇദിനു, എന്നിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട്. ഫയുഅ്ദനു ലഹാ, എന്നിട്ട് അല്ലാഹു അനുമതി കൊടുത്താലാണ് സൂര്യൻ അവിടെ പോയി അസ്തമയം പൂർത്തിയാക്കുന്നത്. ഫലാ യുഅ്ദൻ ഫയുഅ്ദനു ലഹാ വയൂഷിക അൻ തസ്ജുദ ഫലാ യുഖ്ബല മിൻഹാ, അങ്ങനെ കാലങ്ങളോളം അങ്ങനെ അനുവാദം കിട്ടും പോകും. അവസാനം ഒരു കാലം എത്തുമ്പോൾ സൂര്യന്റെ അസ്തമയ സമയത്ത് അല്ലാഹു തആല അനുവാദം കൊടുക്കാതെയാകും. ഫലാ, അനുവാദം ചോദിക്കും. ഫതസ്തഇദിൻ ഫലാ യുഅ്ദൻ ലഹാ, അവിടെ അസ്തമിക്കാൻ അനുവാദം കൊടുക്കില്ല. യുഖാലു ലഹാ, അപ്പോൾ അതിനോട് സൂര്യനോട് പറയും, ഇർജിഇ മിൻ ഹൈസു ജിഇതി, ഇല്ല, ഇന്ന് നീ അസ്തമിക്കാൻ പാടില്ല, നീ വന്നിടത്തേക്ക് മടങ്ങി പോകണം എന്ന് പറയും.
ഖിയാമത്ത് നാളിന്റെ സൂചനയാണ് പറയുന്നത്. ഇന്ന് അസ്തമിക്കരുത് എന്ന് പറയും. അതുകൊണ്ട് സൂര്യൻ നേരെ കിഴക്ക് ഭാഗത്ത് പോയി അസ്തമിക്കുന്ന ഒരു ദിവസം വരും എന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് യാസീനിലെ ഒരു ആയത്ത് ഓതി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അസീസായ അലീമായ അള്ളാഹുവിന്റെ നിശ്ചയവും തീരുമാനവും നിർണയത്തിനനുസരിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇവിടെ മനുഷ്യൻ, അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾ, ആകാശം, ഭൂമി എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. നജ്ം നക്ഷത്രങ്ങൾ, വശ്ശജർ മരവൃക്ഷങ്ങളെല്ലാം യസ്ജുദാൻ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നവയാണ്. എല്ലാവരും അവരുടേതായ സുജൂദ് ഉണ്ട് എന്നതിന് സൂചനയാണ് പറയുന്നത്. മലായിക്കത്തുകളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ വിശദീകരിച്ച് പറയേണ്ട സുഹൃത്ത് അംബിയായിലൊക്കെ പറഞ്ഞപ്പോൾ അവർ കിബറില്ലാത്തവരാണ്, വയുസബ്ബിഹൂന അല്ലാഹുക്ക് തസ്ബീഹ് നടത്തുന്നവരാണ്, വലഹു യസ്ജുദൂൻ അവർ മലക്കുകൾ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്ന ആയത്തുകളിലും ഹദീസുകളുടെയും ഒക്കെ മൊത്തത്തിലുള്ള ചുരുക്കത്തിൽ 7 അവയവങ്ങളിലായി മനുഷ്യൻ സുജൂദ് ചെയ്യണം എന്നാണ് കൽപ്പന. ശരി, ഇനി ഈ ലോകത്ത് അവൻ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഒരിക്കലും സുജൂദ് ചെയ്യാൻ പാടില്ല എന്നും കൂടി പഠിക്കാം. നമ്മളൊരു നേതാവിന്റെ മുമ്പിൽ, ഒരു മഖാമിന്റെ മുമ്പിൽ, ഒരു ദർഗന്റെ മുമ്പിൽ അങ്ങനെ ഒരു സാഷ്ടാംഗം നമിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ അത് ചെയ്യാൻ പാടില്ല. ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദു അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക, അല്ലാഹനെ ആരാധിക്കുക. ആയത്തിൽ കാണാൻ സാധിക്കും, നിങ്ങൾ വലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി. യാത്ര ഊർജം ശേഖരിക്കുന്ന, ഇവിടുന്ന് 10,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യന് നിങ്ങൾ സുജൂദ് ചെയ്യരുത്. ഒരുപാട് പേർക്ക് ലൈറ്റ് നൽകുന്ന, ആ വെളിച്ചം നൽകുന്ന, ഊർജം നൽകുന്ന ചന്ദ്രന് നിങ്ങൾ സുജൂദ് ചെയ്തു. അതിനേക്കാൾ കഴിവുണ്ടോ നിസ്സാരരായ ബാക്കിയുള്ളവർക്ക്? അതിനുപോലും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. നിങ്ങൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്യണമെന്നാണ് അവിടെയൊക്കെ പഠിപ്പിക്കുന്നത്. ഇനി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ സുജൂദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരാൾക്ക് ഈ സ്വഭാവമുണ്ടെങ്കിൽ, ധാരാളമായി സുജൂദ് ചെയ്യുന്ന ഒരു പ്രകൃതമുണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഖുർആനിന്റെ തന്നെ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ എപ്പോഴും ഉണ്ടാകും. അതിൽ പണ്ഡിതന്മാർ പറയുന്ന നിസ്കാര ടൈമുണ്ടാവും നല്ലത് സൂചന. അവരുടെ മുഖത്ത്, മുഅ്മിനീങ്ങളുടെ മുഖത്ത് സുജൂദിന്റെ അടയാളം ഉണ്ടാകുന്ന ആയത്ത് വിശദീകരിച്ചിട്ട് പറയാണ്, മുഖപ്രസന്നത ഉണ്ടാകും, മുഖം തെളിച്ചുണ്ടാകും, സന്തോഷവതനായിരിക്കും അവരുടെ മുഖങ്ങൾ. എത്ര വൈരൂപ്യമുണ്ടെങ്കിൽ പോലും സുജൂദിന്റെ ആളുകൾക്ക് അവരുടെ മുഖത്തൊരു പ്രസരിപ്പും ഊർജ്ജസ്വലതയും ശോഭയും ഉണ്ടാകുമെന്നാണ് അതിന്റെ അടയാളമെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ മനുഷ്യൻ സുജൂദ് ചെയ്യുന്ന അവയവങ്ങൾ തെളിഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് വരുന്ന വേറെ ഹദീസിൽ കാണാം, ഇനി സുജൂദ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നരകത്തിലിട്ടാൽ അവന്റെ സുജൂദിന്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും അവന്റെ നെറ്റിത്തടത്തിനെ ശിക്ഷ ബാധിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസിന്റെ റിപ്പോർട്ടുകൾ വരെ കാണാൻ സാധിക്കും. അപ്പൊ അത്ര സുജൂദിന്റെ സ്ഥാനങ്ങൾക്ക് വരെ, അവയവങ്ങൾക്ക് വരെ പ്രാധാന്യം കൊടുത്തു. പിന്നെ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം എന്ന് പറയാം, നമ്മൾ നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ ഏറ്റവും അടുക്കുന്നത് അവന്റെ സുജൂദിലാണ്. എന്നിട്ട് ഹദീസിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. ഫർദിൽ നമുക്ക് അത്ര പറ്റൂല, പക്ഷെ സുന്നത്ത് നമുക്കുള്ള ചാൻസാണ്. പക്ഷെ നമ്മളൊരു കാഴ്ചപ്പാടനുസരിച്ച് ഫർദ് ഒരു വേറെ ലെവലും സുന്നത്തൊരു വേറെ ലെവലിലും നമ്മൾ കൊണ്ടുപോകും. ചില ആൾക്കാർ സുന്നത്തിൽ സൂറത്ത് ഓതൂല, സുന്നത്തില് പ്രാർത്ഥനകൾ അധികം ചൊല്ലൂല,
സുന്നത്തില് വേഗത കൂടും. ചില ആൾക്കാർ നിസ്കാരം കണ്ടാൽ നമ്മൾ പറയും അത് ഫർദാട്ടോ, ഇത് സുന്നത്താട്ടോ. ആ കണ്ട പറയും നമ്മള് സുന്നത്താണ്. എന്താ കാരണം? ഒരേ കോലത്തെ ആ നിസ്കാരത്തിൽ തന്നെ ഉണ്ട് സുന്നത്താണെന്നുള്ളത്. അത് ഉണ്ടാൻ പാടില്ല. ഫർദിലുള്ളതെല്ലാം സുന്നത്തിലുണ്ട്. വ്യത്യാസമുണ്ട്, നിയ്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ ഫർദിനേക്കാൾ അല്പം ദീർഘിപ്പിക്കാനുള്ള ഓപ്ഷൻ ഏതിനാണുള്ളതെന്നറിയോ? സുന്നത്തിനാണ്. എന്തേ? അത് നമ്മുടെ സ്വതന്ത്രമായ രൂപത്തിൽ നമുക്ക് കൂടുതൽ ഓതാനും പ്രാർത്ഥിക്കാനുള്ള ചാൻസ്. അവിടെയൊക്കെ ഹദീസിലൊക്കെ ആ വിഷയമാണ് എടുത്തു പറയുന്നത്. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സാധ്യമാകുന്ന ഒരു സയൻസാണ്. അതുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി ഒക്കെ പറയാണ്, അഖറബു മാ യകൂനു മിൻ റഹ്മത്തി റബ്ബിഹി വ ഫദ്ലിഹി, റബ്ബിന്റെ റഹ്മത്തും ഫദ്ലും കൂടുതൽ കിട്ടുന്ന ചാൻസ് ആണ് അവിടെ. അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത്. 3, ഓരോ സുജൂദും നമ്മുടെ പാപം പൊറുക്കപ്പെടും. 4, ഓരോ സുജൂദും നമ്മുടെ ദറജ ഉയർത്തപ്പെടും. 5, ഓരോ സുജൂദ് കൊണ്ടും അവന് സ്വർഗത്തിന്റെ സ്ഥാനങ്ങൾ കിട്ടും. അത്ര മഹത്തരമായ നേട്ടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ രേഖകൾ നമ്മുടെ വിശദീകരണം കാണാൻ സാധിക്കും. 6-ാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലുള്ള ഒരാളുടെ കൂടെ, നബിന്റെ കൂടെ താമസിക്കാനുള്ള അവസരം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് ചോദിച്ച ആളോട് മറുപടി പറഞ്ഞത്, നബിയെ നിങ്ങളുടെ കൂടെ ഒന്ന് സ്വർഗത്തിലെത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, ധാരാളമായി സുജൂദ് ചെയ്യുക, അഥവാ നിസ്കരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. 7 സുജൂദിന്റെ അവയവങ്ങളെ ഒരിക്കലും നരകം സ്പർശിക്കൂല എന്ന് പറയുന്ന വിശദീകരിക്കപ്പെട്ട ഹദീസ്. 8 ശൈത്താനിന്റെ സകല ശർറിൽ നിന്ന് സുരക്ഷിതനാവുകയും അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ കാവൽ ലഭിക്കപ്പെടുകയും ചെയ്യും. ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്, ഒരു ആദമിന്റെ ഒരു അടിമ, ആദമിന്റെ ഒരു മകൻ ഇബ്നു ആദം, ആദമിന്റെ ഒരു സന്താനം ഒരു സുജൂദ് ചെയ്യുന്ന ഒരായത്തിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്താൽ അപ്പോൾ പിശാച് വിലപിച്ച് പറയുമത്ര, യാ വൈല, എന്റെ നാശമേ, ഉമിറ ഇബ്നു ആദം ബിസ്സുജൂദ്, ആദമിന്റെ പുത്രനോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. ഫസജദ, അവൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അവൻക്ക് സ്വർഗം കിട്ടും. വ ഉമിർതു ബിസ്സുജൂദി, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഫഅബൈതു, ഞാൻ അതിന് സമ്മതിച്ചില്ലല്ലോ. ഫലിയന്നാർ, എനിക്ക് നരകമാണല്ലോ എന്ന് പറഞ്ഞ് ശൈത്താൻ വിലപിച്ചു കൊണ്ടിരിക്കും ഓരോ അടിമയും സുജൂദ് ചെയ്യുന്ന ഘട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4 തരം സുജൂദുകളുണ്ട്. 4 സുജൂദിന് നമ്മൾ സാക്ഷികളാവും. ഏതൊക്കെയായിരിക്കും? ഒന്ന് സാധാരണ നമ്മള് ഫർള് നമസ്കാരത്തിനകത്ത് ഫർളാക്കപ്പെട്ട സുജൂദ്. ആ സുജൂദ് പോയാൽ എന്ത് ചെയ്യണം? മറവിന്റെ സുജൂദ് ചെയ്യണം എന്നാണ്. അത് ഒഴിവാക്കാൻ പാടില്ലാത്ത സുജൂദാണ്. മറവിയുടെ സുജൂദ് 2 അവൻ ചെയ്തിട്ട് സലാം വീട്ടാൻ പാടുള്ളൂ. ശരി. 2-ാമത്തെ സുജൂദ് അവന്റെ സുജൂദ് സഹ്വാണ്. ഏതെങ്കിലും നമസ്കാരത്തിന് വരുന്ന റുക്നുകൾക്ക് മറവി സംഭവിച്ചാൽ നടത്തുന്ന സഹ്വിന്റെ സുജൂദ്. അതിൽ പ്രത്യേക പ്രാർത്ഥന ഇല്ല, സാധാ സുജൂദിലുള്ള പ്രാർത്ഥന ഉണ്ടാവുക. 3 ശുക്റിന്റെ സുജൂദ്. നമുക്ക് മടിയുള്ള, നമ്മളധികം ആൾക്കാരും പാലിക്കാൻ വല്ലാതെ താല്പര്യം കാണിക്കാത്ത ഒന്ന്, എന്നാൽ മഹത്തരമേറിയ സുജൂദാണ് ശുക്റിന്റെ സുജൂദ്. ഒരു നന്ദി. നമുക്ക് തോന്നൂല്ലോ ചില ഘട്ടങ്ങളിൽ, ഇതൊന്നും ഞാൻ രക്ഷപ്പെട്ടതിൽ അള്ളാന്റെ കാവലാണ്. ഒരു നിഅമത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു സുജൂദ്. ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ നീക്കപ്പെട്ടു, ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടപ്പെട്ടു, ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്കൊരു സുരക്ഷ ലഭിച്ച് നമ്മൾക്കൊരു അള്ളാഹ്ക്കൊരു ശുക്ർ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു മനസ്സ് വരും. അപ്പോൾ ഒരു സുജൂദ്, അത് ശുക്റിന്റെ സുജൂദാണ്. ഖിബ്ലക്ക് അഭിമുഖമായി അയാൾ നേരെ സുജൂദിൽ വീഴാം. വേറെ അധികം ഒന്നും ചെയ്യില്ല, ഒറ്റ സുജൂദ്. 4-ാമത്തേത് ഉലമാക്കന്മാര് പറഞ്ഞിരിക്കുന്നത് തിലാവത്തിന്റെ സുജൂദാണ്. സാധാരണ ഖുർആനൊക്കെ ഓതുമ്പോ അതിന്റെ ഇടയിൽ വരുന്ന സുജൂദ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുണ്ടായി, സാധാരണഗതിയിലുള്ള എല്ലാ സൂറത്തുകളിലും പല സൂറത്തുകളിലും ഏകദേശം 15ഓളം ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കിടയിലെ സുജൂദുകൾ വരുന്നുണ്ട്. എന്നാൽ ഫുള്ളിലത്ത് സൂറത്തുൽ ഹജ്ജ് അലാ സായിരിൽ ഖുർആനി ബിസജ്ദതൈനി,
മറ്റു സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി സൂറത്തുൽ ഹജ്ജ് ഓതുന്ന ഒരു വ്യക്തിക്ക് 2 തവണ സുജൂദ് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. അതിൽ ഒന്നാണ് ഇപ്പൊ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത്. വേറൊരായത്തിലും 2 ആയത്തിൽ തിലാവത്തിന്റെ സുജൂദ് വന്നിട്ടുണ്ട് എന്നത് ഈ സൂറത്തിന്റെ പ്രത്യേകതയാണ്. വഫീ സൂറത്തിൽ ഹജ്ജി സജ്ദതാനി. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന ഓരോ സുജൂദുകളും നല്ല ഒരു അവസരമായി മുനാജാത്തായി റബ്ബിലേക്കുള്ള കൂടിക്കാഴ്ചയാണെന്ന് മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളിൽ സാജിദീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 17-ാമത്തെ ആയത്ത് ഒന്നുകൂടി നോക്കി നോക്കാം. അവസാനം നമ്മൾ പഠിച്ച ആയത്ത് അതായിരുന്നു. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ശരി, അപ്പോ 4 തരം മതങ്ങളെ കുറിച്ചും അതിന്റെ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിക്കുന്നു. 4 അല്ല, എത്ര മതങ്ങളെ കുറിച്ചാ പറഞ്ഞേ? الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا. നമ്മൾ എഴുതി പഠിച്ചില്ല 6 തരം വിശ്വാസങ്ങളുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് ഖിയാമത്ത് നാളിൽ ഇവർക്കിടയിൽ വേർതിരിവുണ്ടാക്കി ഒരേ ഒരു വിഭാഗം ആളുകൾ മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും, 5 ആളുകൾ തള്ളപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ടായി നമ്മൾ. ശരി, ഇനി പറയാണ് അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ഓദിക്കേ. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم ومن يهن الله فما له من مكرم ومن يهن الله فما له من مكرم إن الله يفعل ما يشاء നിർത്തുമ്പോ എന്ന് വരാത്ത രൂപത്തിൽ ഇന്നല്ലാഹ യഫ്അലു മാ യശാ. ألم تر أن الله يسجد له من في السماوات ومن في الأرض
ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب. ചിലർ കസീറായിട്ട് വരുന്നുണ്ട്, സാ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാ ആയിട്ട് വരണം, വളരെ കുറച്ചൊരു കാറ്റ് പോലെ. وكثير حق عليه العذاب. ومن يهن الله فما له من مكرم. إن الله يفعل ما يشاء. പതിനെട്ടാമത്തെ ഒരായത്താണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ അല്പം വിശദീകരിക്കാനുള്ളതുകൊണ്ട് ആ ഒരായത്ത് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ, നബിയെ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം. അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, തീർച്ചയായും അല്ലാഹു. സാധാരണഗതിയിൽ അല്ലാഹു എന്നാണ് എഴുതുക. എന്നാൽ അതിൻ്റെ മുമ്പിൽ അന്ന വന്നാൽ, ഇന്ന വന്നാൽ, ലാക്കിന്ന വന്നാൽ അല്ലാഹാന്നായി മാറും. ഗ്രാമറിൽ മാറ്റം വരും. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യസ്ജുദു, സുജൂദ് ചെയ്യും. ആണോ? അല്ലാഹു സുജൂദ് ചെയ്യുന്നതാണോ? അല്ല. ഇനി ബാക്കി പറയുന്നുണ്ട്. യസ്ജുദു ലഹു, അവനു വേണ്ടി സുജൂദ് ചെയ്യും. അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്യും. ആരൊക്കെ? മൻ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളവരെല്ലാം. ആരേക്കും അത്? മലായിക്കത്ത്, ജിന്ന് വർഗങ്ങളൊക്കെ പെട്ടു. വമൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവയെല്ലാം, അല്ലെ നമ്മളൊക്കെ പെട്ടു. വശംസു, സൂര്യൻ. വൽ ഖമറു, ചന്ദ്രൻ. വന്നുജൂമു, നക്ഷത്രങ്ങൾ. നജ്മ് സൂറത്തിന്റെ പേരുണ്ട്, വൻ നജ്മി ഇദാ ഹവ. അതിന്റെ പ്ലൂറൽ ഫോമാണ്, ബഹുവചനമാണ് നുജൂം, നക്ഷത്രങ്ങൾ. നജും ഒരു നക്ഷത്രം, നുജൂം നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ജിബാലു, ജബൽ, ജിബാൽ, പർവ്വതങ്ങൾ. വശജറു, മരവൃക്ഷങ്ങൾ. വദ്ദവാബു, ദവാബ് പറഞ്ഞാൽ ജീവജാലങ്ങൾ, ജന്തുക്കൾ. വകസീറും മിനന്നാസ്, കസീർ ധാരാളം, മിനന്നാസ് മനുഷ്യന്മാർ. വകസീറുൻ എന്നാൽ ധാരാളം ആളുകൾ. ഹഖ അലൈഹിൽ അദാബ്, സുജൂദ് ചെയ്യാൻ മടിച്ചതുകൊണ്ട് ഹഖ, കടപ്പെട്ടിരിക്കുന്നു, സ്ഥിരപ്പെട്ടിരിക്കുന്നു, അവകാശപ്പെട്ടിരിക്കുന്നു, അലൈഹി, അവരുടെ മേൽ, അൽ അദാബ്, ശിക്ഷയുണ്ട്. അല്ലാഹു അല്ലാത്തവരുടെ പേര് സുജൂദ് ചെയ്തവരുണ്ടാവും, അല്ലാഹുക്ക് സുജൂദ് ചെയ്യാത്തവരുണ്ടാകും. അതുകൊണ്ട് സുജൂദിന്റെ കാര്യത്തിലും ശിക്ഷിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാർ ധാരാളം അതിലും ഉണ്ടാകും. എന്നിട്ട് പറയാണ്, ആരെങ്കിലും അല്ലാഹു നിന്ദിക്കുന്നതായാൽ, അപമാനിക്കുന്നതായാൽ, അല്ലാഹു ഒരാളെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ, ഫമാലഹു മിൻ മുഖിരിം, അവന് യാതൊരു ആദരിക്കുന്നവനും ഉണ്ടാകില്ല. അല്ലാഹു ഒരാളെ അപമാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരാളും അയാളെ ആദരിക്കാൻ ഉണ്ടാവില്ല. അതിന്റെ ഉദാഹരണങ്ങളാണ് അബൂലഹബ്. അല്ലാഹു തബ്ബത്ത് പറഞ്ഞ നാശം പറഞ്ഞതാണ്.
ആർക്കാണ് അദ്ദേഹത്തെ പിന്നെ ആദരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മരണം പോലും, ആ മനുഷ്യന്റെ മരണം പോലും വെറുപ്പോടെ അറപ്പോടെ ആയിരുന്നു. ആ മൃതശരീരം എടുത്തിട്ട് അവർ കൊണ്ടുപോയി കുഴിക്ക് തള്ളിയ രംഗമൊക്കെ പറയുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു അല്ലേ വാപ്പാനെ ഒന്ന് ആദരിച്ചു കിട്ടാൻ, ഇതിന് തൗഹീദ് കൊണ്ടൊരു ആദരവ് ലഭിക്കും. പക്ഷെ അള്ളാഹു എന്ന തീരുമാനത്തിൽ ഒരിക്കലും അവിടെ ആ ചാൻസ് ഇല്ല. പിന്നെ ആരെ കൊണ്ട് സാധിക്കും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയോ ആളുകളെ കൊതിച്ചു, ആഗ്രഹിച്ചു. അബൂജഹൽ ഇസ്ലാം സ്വീകരിക്കാൻ നബി തങ്ങൾ പ്രാർത്ഥിച്ചു. അബൂജഹൽ ഇസ്ലാം സ്വീകരിക്കാൻ ഉണ്ടായോ? ഉണ്ടായി, പ്രാർത്ഥിച്ചു. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒന്ന് ഉമറാണ്, മറ്റൊന്ന് അബൂജഹലിന്റെ മറ്റൊരു പേരുണ്ട്, ഉമർ എന്നുള്ള പേരുണ്ട്. അപ്പൊ ആ രണ്ട് ഉമറിൽ ഒരാളെ കൊണ്ടെങ്കിലും ഇസ്ലാമിന് ശക്തി തരണേന്ന്. അപ്പൊ രണ്ടിലാരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിക്കണമെന്നല്ലേ? മഹാനായ മൂസാ നബി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫിർഔനിന്റെ ചരിത്രം വായിച്ചു നോക്കി നിങ്ങള്. ഭാര്യ ആസിയ ബീവി ഇസ്ലാം സ്വീകരിക്കുകയാണ്, അള്ളാഹു ആദരിക്കാൻ തീരുമാനിച്ചാണ്. ഫിർഔൻ അള്ളാഹു നിന്ദിക്കാൻ തീരുമാനിച്ചതാണ്. അതൊന്ന് പിന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയും. ഇങ്ങനെ ഏത് ഉദാഹരണം വായിച്ചാലും കാണാൻ സാധിക്കും. അള്ളാഹു അവനെ നിന്ദിക്കുന്നതായാൽ ഫമാലഹു മിൻ മുക്രിം, പിന്നെ ഒരാളും ആദരിക്കുന്ന ഒരാളും ഉണ്ടാകൂല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, തീർച്ചയായും ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യഫ്അലു ചെയ്യും, പ്രവർത്തിക്കും, മാ യശാ അവൻ ഉദ്ദേശിക്കുന്നത്, യഫ്അലു മാ യശാ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും. ഈ ആയത്തിന്റെ മൊത്തത്തിലുള്ള ഭാഗത്ത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സുജൂദിന്റെ വിഷയം പറഞ്ഞു. രണ്ട് അള്ളാഹു ഒരാളെ ആദരിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹു ഒരാളെ നിന്ദിക്കാൻ തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ പറഞ്ഞു. മൂന്ന് അള്ളാഹു എന്തൊന്ന് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നോ അതൊക്കെ നടപ്പിലാക്കും. ഫഅാലുൻ ലിമാ യുരീദാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാനേ ഉള്ളൂ. അതിൽപ്പെട്ട ഒന്ന്, ഈ ലോകത്തുള്ള സകല ചരാചരങ്ങൾ അല്ലെ, ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാതും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യുഖ്ബിറു തആല അന്നഹുൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹുവിന് മാത്രമേ ആരാധന പാടുള്ളൂ, വേറെ ഒരു മഖ്ലൂഖിനും നമ്മുടെ ആരാധന കൊടുക്കാൻ പറ്റൂല. ഫഇന്നഹു യസ്ജുദു ലിഅളമതിഹി കുല്ല ശൈഇൻ തൗഅൻ വകർഹൻ, നിർബന്ധിതമായും സ്വമേധയാലും അള്ളാഹ്ക്കാണ് സുജൂദ് ചെയ്യേണ്ടത്. ഓരോ വസ്തുക്കൾക്കും അതാ പറഞ്ഞത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും നമ്മൾ സുജൂദ് ചെയ്യണ പോലെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് അവരുടേതായ പ്രത്യേകമായ സുജൂദ് അള്ളാഹു നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പല ആയത്ത് സൂറത്തുൻ നഹ്ലിന്റെ 48 അതേപോലെ തന്നെ സൂറത്ത് ഇസ്രാഇന്റെ 44 വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി കാണാൻ സാധിക്കും. സൂറത്ത് ഫുസ്സിലത്തിന്റെ 37 ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി, സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുക്ക് മാത്രം സുജൂദ് ചെയ്യണമെന്ന് പറയുന്നു. ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മിനൽ മലായികത്തി ഫീ അഖ്താരി സമാവാത്, ആകാശത്തിന്റെ പ്രവിശാലമായ ലോകത്തുള്ള മലായികത്തുകളാണ്. വൽ ഹയവാനാതി ഫീ ജമീഇൽ ജിഹാതി മിനൽ ഇൻസി വൽ ജിന്നി വദ്ദവാബി വത്വയ്ർ, പക്ഷി, മൃഗങ്ങൾ, ജിന്ന്, ഇൻസ് ഇവരൊക്കെ ഭൂമിയിലുള്ളവരാണ്, അവരൊക്കെ അതിൽപ്പെട്ടു. പിന്നീട് ദവാബ് എന്ന് പറഞ്ഞാൽ അൽ ഹയവാനാത്ത് കുല്ലുഹ, എല്ലാ ജന്തു ജീവജാലങ്ങളും അതിൽപ്പെട്ടു. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫറുബ്ബ മർകൂബിൻ ഖൈറൻ വഅക്സറു ദിക്റൻ ലില്ലാഹി തആല മിൻ റാകിബിഹ, എത്രയോ വാഹനങ്ങളുണ്ട്, വാഹനപ്പുറത്ത് ഇരിക്കുന്നവനേക്കാൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന വാഹനങ്ങളുണ്ട് എന്ന്. എന്താർത്ഥം? കുതിരപ്പുറത്ത്, ഒട്ടകപ്പുറത്ത് യാത്ര പോകുന്ന യാത്രക്കാരൻ ചിലപ്പോ ദിക്ർ ചെല്ലാൻ കുറവുള്ള ആളായിരിക്കും. പക്ഷെ ആ മൃഗം ഒരിക്കലും ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നതിൽ പിറകിലാവില്ല.
അവർ അവരുടേതായ സുജൂദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്രയോ വാഹനങ്ങൾ മുകളിൽ കയറി ഇരിക്കുന്നവനേക്കാൾ സുജൂദ് ചെയ്യുന്നവർ, ദിക്ർ ചെയ്യുന്നവരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയ ഹദീസുണ്ട്. വകസീറുൻ മിനന്നാസ്, ധാരാളം മനുഷ്യന്മാർ സുജൂദിലാകുന്നുണ്ട്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിമ്മൻ ഇംതനഅ, സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചവർ. സുജൂദിൽ നിന്ന് കിബർ കാണിച്ചവർ, നമസ്കാരത്തിൽ പോകാത്ത ആൾ, നിസ്കരിക്കാത്തവനൊക്കെ നമ്മൾ സുജൂദ് ചെയ്യാത്തവനായിട്ട് പ്രഖ്യാപിക്കാം. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചവരാണ് അവർ. നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ അവർക്ക് ഊരയുണ്ട്, കഴുത്തുണ്ട്, കാലുണ്ട്, കയ്യൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. മുനാഫിഖീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, അവർക്ക് ആ നട്ടല് വളയാതെ ഇരിക്കും, അവർക്ക് ആ സുജൂദ് ചെയ്യാൻ കഴിയില്ല. ദുനിയാവിൽ സുജൂദ് ചെയ്യാൻ മടിച്ചു നിന്നവർക്ക് നാളെ പരലോകത്തൊരു സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാൻ കഴിയില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അല്ലാഹു തആല ആദരിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു തആല ആദരിച്ചാൽ അതിനെ ഒന്നും പരാജയപ്പെടുത്താൻ പിന്നെ ഒരാളെ കൊണ്ട് കഴിയില്ല. അല്ലാഹ് ഒരാളെ എങ്ങാനും അപമാനിക്കാൻ തീരുമാനിച്ചാൽ അവനെ ആദരിക്കാൻ ലോകത്തൊരാളും ഉണ്ടാവൂല, വേറെ ഒരാളും അതിലുണ്ടാവില്ല. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലേ, ഈ സൂറത്തുൽ ഹജ്ജിന് മറ്റു സൂറത്തുകളെക്കാൾ എന്തെങ്കിലും വലിയ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്? ഇതിൽ 2 സുജൂദൊക്കെ കാണാണ്ടല്ലോ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം, ഉണ്ട്. ഫമൻ ലം യസ്ജുദ് ബിഹിമാ, ആ 2 ഇടങ്ങളിൽ സുജൂദ് ചെയ്യാത്തവർ ഫലാ യഖറഹുമാ, അത് ഓതാതിരിക്കുകയാണ് നല്ലത് എന്നാണ്. അത്രയും അതിന് തിലാവത്തിന്റെ സുജൂദിനെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയാം. മറ്റൊന്ന്, അതിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസുകളൊക്കെ ഇതിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഇന്നല്ലാഹ യഫ്അലു മാ യശാ, ആയത്ത് ഓതിക്കേ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله തീർച്ചയായും അല്ലാഹു യഫ്അലു, അവൻ പ്രവർത്തിക്കും, മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് അല്ലാഹ് എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ വിചാരിച്ചാൽ അത് നടക്കും. കുൻ ഫയകൂൻ, ഒരു കാര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. ഫഅലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിച്ചത് അല്ലാഹ് പ്രവർത്തിക്കും. അള്ളാഹുവിന്റെ മശീഅത്തില്ലാതെ, അതുകൊണ്ടാണ് നമ്മളോട് എന്ത് കാര്യം വന്നാലും ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എന്ന് പറയാനുള്ള കാരണം, അല്ലാഹ് ആ കാര്യം ഉദ്ദേശിച്ചെങ്കിൽ നടക്കും. നാളെ ഇങ്ങനെ ചെയ്യാം ഇൻഷാ അല്ലാഹ്, അള്ളാന്റെ മശീഅത്തുണ്ടെങ്കിൽ. അതുകൂടെ ഓർമ്മപ്പെടുത്താണ്, ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ നടപ്പിലാക്കുമെന്ന്. ശേഷം തൊട്ടടുത്ത 2-3 ആയത്തുകളിലൂടെ ഈ അള്ളാഹുവിന്റെ ഇബാദത്തിന് എതിര് നിന്ന്, അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ നിന്ന് മാറിക്കളിഞ്ഞ് അവസാനം പരലോകത്ത് പരാജിതനായി നരകത്തിൽ വീഴുന്ന ആളുകൾക്ക് ലഭിക്കുന്ന 4 തരം ശിക്ഷകളെ വിശദീകരിക്കാൻ അടുത്ത ആയത്തിൽ. അവർക്ക് ലഭിക്കുന്ന വസ്ത്രം, അവർക്ക് ധരിക്കുക, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവർക്ക് അവിടെ ഉണ്ടാകുന്ന വേറിട്ട ശിക്ഷാരീതികളെ എടുത്ത് വിശദീകരിക്കുന്ന ആയത്തുകളാണ് അടുത്ത ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും ലഭിക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, വിശ്രമത്തിലായവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ അനവധി പ്രോഗ്രാമുകൾ നമ്മുടെ പദ്ധതികളിലുണ്ട്. അല്ലാഹു അതെല്ലാം എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ മെമ്പർഷിപ്പിന് വേണ്ടി ആളുകൾക്ക് അവസരങ്ങൾ നൽകി വീടുകളിൽ കയറി ചെന്നതിന്റെ പൂർത്തീകരിച്ച പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. അല്ലാഹു ഈ ഒരു നന്മയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കെട്ടുറപ്പോടെ പ്രവർത്തിക്കാൻ
നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മദ്രസ പ്രസ്ഥാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഇൻസ്പെക്ഷൻ വരുന്ന ദിവസമാണ്. സാധ്യമാകുന്നവരൊക്കെ ഈ പരിസരത്തുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇന്ന് നമുക്കൊന്ന് മദ്രസ ഒന്നുകൂടെ വൃത്തിയാക്കി ശരിപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ഈ ഒരു സംരംഭങ്ങളിലെല്ലാം ഒരു വിശാലമായ നല്ലൊരു വിജയം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.